നമസ്കാരം. അക്ഷരാർത്ഥത്തിൻ്റെ പുതിയൊരു സംപ്രേക്ഷണത്തിലേക്ക് എല്ലാ മലയാളികൾക്കും സ്വാഗതം. ഇന്ന് വളരെ പ്രാധാന്യമുള്ള ജീവിതത്തിന് അത്യാവശ്യമായിട്ടുള്ള ഭാരതത്തിൻ്റെ പ്രകൃതിയുടെ അടിസ്ഥാനമായിട്ടുള്ള വേദത്തെക്കുറിച്ചാണ് പറയുന്നത്. അക്ഷരാർത്ഥത്തിൽ വേദം അനാദിയാണ്. അനാദിയായ വേദത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. എന്താണ് വേദം? വേദം എന്നാൽ പ്രപഞ്ച തത്വങ്ങളുടെ സംഹിതയാണ്. ഭാരതീയരായ ദാർശനികർ, ഋഷിവര്യന്മാർ മനസ്സിലാക്കിയെടുത്ത പ്രപഞ്ച തത്വങ്ങളുടെ സംഹിതയെയാണ് വേദമെന്ന് പറയുന്നത്. അത് ഭാരതീയ തത്വസംഹിത എന്നും പറയാം. അതിന് പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഉണ്ടാകുവാനും സൃഷ്ടി, നിലനിൽക്കുവാനും സ്ഥിതി, ഇല്ലാതാകുവാനും സംഹാരം ഉള്ള കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നു, എങ്ങനെ നടക്കണം, എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം, എന്ത് അടിസ്ഥാന തലത്തിലാണ് ഇതെല്ലാം നടക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന പ്രപഞ്ചത്തിലെ ഏക തത്വസംഹിതയാണ് വേദമെന്ന് പറയുന്നത്. ഇങ്ങനെ ഒന്നും വേറെ ഒരുത്തിലും ഇല്ല. പ്രപഞ്ചത്തിൽ വേറെ ഒരുത്തിലും വേദം എന്ന് പറയുന്ന ഒരു കാര്യമില്ല. അത് ഭാരതത്തിൻ്റെ സ്വന്തമാണ്, ഭാരതീയരുടെ സ്വന്തമാണ്. അപ്പോൾ തത്വസംഹിതയാണ് വേദം. അപ്പോൾ വേദം എന്ന് പറയുന്നത് എന്തിനടിസ്ഥാനപ്പെടുത്തിയാണ് നിലകൊള്ളുന്നത് എന്ന ചോദ്യം വരും. വേദം നിലകൊള്ളുന്നത് അക്ഷരത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഏകമായ അക്ഷരത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് വേദം നിലകൊള്ളുന്നത്. ഏകമാകുന്ന, അദ്വൈതമാകുന്ന, അക്ഷരമാകുന്ന ഓംകാരത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് വേദം നിലകൊള്ളുന്നത്. അഥവാ വേദം എന്ന് പറയുന്നത് ഓംകാരത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രപഞ്ച സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ വിശദീകരിക്കുന്ന തത്വങ്ങൾ വ്യക്തമാക്കുന്ന സംഹിതയാണ്. ഓംകാരത്തിൽ സൃഷ്ടി, സ്ഥിതി, സംഹാരം ഇത് മൂന്നും അടങ്ങിയിരിക്കുന്നുണ്ട്. ഈ മൂന്ന് പ്രക്രിയയിലാണ് പ്രപഞ്ചം നിലനിൽക്കുന്നത്. ഈ മൂന്ന് പ്രക്രിയയേ ഉള്ളൂ. അപ്പൊ അതിൻ്റെ തത്വങ്ങൾ അനേകമാണ്. ഒരു തത്വം എങ്ങനെ പ്രവർത്തിക്കുന്നു, എന്താണ് ആ തത്വം, അത് അക്ഷര അടിസ്ഥാനത്തിൽ എങ്ങനെ നിലനിൽക്കുന്നു എന്നുള്ളത് വിശദമാക്കുന്ന തത്വ സംഹിത, അക്ഷര തത്വ സംഹിത ആകുന്നു വേദമെന്നുള്ളത്. അക്ഷരമേകമാകയാൽ
വേദവും ഏകമാണ്, അദ്വൈതമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വേദത്തിന് 4 ഭാഗങ്ങളാണ് ഉള്ളത്. അത് മഹാമുനി വ്യാസൻ 4ആയി വിഭജിച്ചു എന്നാണ് പറയുന്നത്. അതായത് വേദമേകമാണ്, ഈ വേദത്തിനെ 4ആയി വിഭജിച്ചു. ഈ 4ആയി വിഭജിച്ചത് ആദ്യത്തേത് ഋഗ്വേദം, രണ്ടാമത്തേത് യജുർവേദം, മൂന്നാമത്തേത് സാമവേദം, നാലാമത്തേത് അഥർവവേദം. ഇങ്ങനെ 4ആയിട്ട് മഹാമുനി വ്യാസൻ വിഭജിച്ചു. അപ്പോൾ അക്ഷരവേദം ഏകം, അക്ഷരം ഏകം, അദ്വൈതം ഓമിതി അക്ഷര. അതിലുള്ള തത്വങ്ങളുടെ വിശദീകരണമാണ് വേദം എന്ന് പറയുന്നത്. ഓംകാരത്തെ 4ആയാണ് വിഭജിച്ചിട്ടുള്ളത്. 4ആയി വിഭജിച്ചിട്ടുള്ളതാണ് ഓംകാരം എന്ന് പറയുന്നത്. അ, ഉ, മ. ഈ 3 ശബ്ദങ്ങളും ഒരു നിശബ്ദവും കൂടിയ 4ആണ് വേദം അഥവാ ഓംകാരം. ഓംകാരം തന്നെയാണ് വേദം, വേദം തന്നെയാണ് ഓംകാരം. ഓംകാരത്തെ 4 ശബ്ദങ്ങളായിട്ട് അ, ഉ, മ നിശബ്ദം വിഭജിച്ച് ഈ 4ന്റെ കണക്കിലാണ് എന്ത് വരുന്നത്? ശബ്ദങ്ങളുടെ വിശദീകരണം ആരംഭിക്കുന്നത്. വേദം ബ്രഹ്മാവിൻ്റെ നിശ്വാസമാണ് എന്നാണ്. അതായത് സൃഷ്ടാവിൻ്റെ, ബ്രഹ്മാവ് സൃഷ്ടാവാണ് നമുക്കെല്ലാവർക്കും അറിയാം, സൃഷ്ടാവിൻ്റെ നിശ്വാസത്തിൽ നിന്ന് ഉത്പന്നമായതാണ് എന്നാണ് ഭാരതത്തിലുള്ള അറിവ്. സത്യവുമാണ്. ആ ബ്രഹ്മാവിൻ്റെ നിശ്വാസത്തിൽ നിന്ന് ഉത്പന്നമായ വേദത്തെ 4ആയി വിഭജിച്ചിരിക്കുന്നു. ഈ 4 എന്ന് പറയുന്നത് അ, ഉ, മ, നിശബ്ദം എന്നിങ്ങനെ 4ആയും നമുക്കത് കണക്കാക്കാം. അതേപോലെ തന്നെ മനുഷ്യാവസ്ഥയുടെ 4ആയി നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം. അതായത് ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി, 4ാമത്തത് തുരീയം, അങ്ങനെയും കണക്കാക്കാം. ബ്രഹ്മാവിന് 4 ശിരസ്സുകളാണുള്ളത്, അതും നമുക്കറിയാം. അപ്പോൾ അതും വേദത്തിനെ പ്രതിനിധീകരിക്കുന്നതായിട്ട് നമുക്ക് കണക്കാക്കാം. ബ്രഹ്മാവിന് 4 ശിരസ്സുകളാണുള്ളത്. ഓംകാരമാകുന്ന നാദബ്രഹ്മത്തെ, ഓമിനെ 4ആയാണ് വിഭജിച്ചിട്ടുള്ളത്. മനുഷ്യനെ 4 അവസ്ഥകളാണുള്ളത്. ഇത്രയെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. വേദവും 4ആയി വിഭജിക്കപ്പെട്ടിരിക്കും. ഈ 4ൽ നിന്ന് 1 കൂടുമ്പോൾ അത് 5 ആകുന്നു. ഈ 5ആണ് പഞ്ചാക്ഷരം. പഞ്ചാക്ഷരി എന്നൊക്കെ നമ്മൾ പറയുന്നത് പഞ്ചാക്ഷരി, അത് 5. പിന്നെ അവിടെ നിന്ന് എണ്ണം കൂടാണ്. 6, 7 ഒക്കെ നമുക്കറിയാവുന്ന അക്കങ്ങളാണ്. 7 എന്ന് പറയുമ്പോൾ 3 കൂട്ടണം 1 4, നിശബ്ദമടക്കം 3 കൂട്ടണം 1 4. 4ൽ നിന്ന് 7ലേക്ക് എത്തുന്നു. 7 എന്ന് പറയുന്നത് സപ്തമാണ്, സപ്തസ്വരം, സപ്തവർണ്ണങ്ങൾ സപ്തത്തിലേക്ക് എത്തി. 8ലെത്തുമ്പോൾ നമ്മളവിടെ സ്ഥിതിയുടെ നാഥനായ വിഷ്ണുവിനെ കാണുന്നു.
അഷ്ടാക്ഷരി മന്ത്രം. 9 ശിവനായിരിക്കണേ. അത് കഴിഞ്ഞാൽ പിന്നെ അക്കല്യ. ഈ അക്കങ്ങളും നിലകൊള്ളുന്നത് അക്ഷര അടിസ്ഥാനത്തിലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. വേദത്തെ ശ്രുതി എന്നും പറയുന്നുണ്ട്. ശ്രുതി എന്ന് പറഞ്ഞാൽ ഓംകാരം ശബ്ദമാകയാൽ ശ്രോതമാണ് വേദം, ശബ്ദമാണ്, നാദബ്രഹ്മമാണ്. അതാണ് വേദം. വേദം ആ രൂപത്തിലിരുന്നാണ് ആളുകളിലേക്ക് പകരപ്പെടുന്നത്. വേദം ഗ്രന്ഥമല്ല, അത് അക്ഷര ശബ്ദ അർത്ഥ സമുച്ചയമാണ്. മനസ്സുകളിൽ വെച്ചിട്ടുള്ള പ്രപഞ്ചത്തിൽ, പ്രകൃതിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന, മാമറയാകുന്ന പ്രകൃതിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന തത്വങ്ങളാണ് ഇവയെല്ലാം. വേദം തുടങ്ങുന്നത് എങ്ങനെയാണ് നമുക്കറിയാം. അഗ്നിമീളെ പുരോഹിതം എന്ന് പറഞ്ഞിട്ടാണ് വേദം തുടങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ അഗ്നിമീളെ പുരോഹിതം, ഹിതമായിരിക്കുന്നത്, മുന്നോട്ട് പോകുമ്പോൾ ഹിതമായിരിക്കുന്നത്, മുന്നോട്ട് പോകണമെങ്കിൽ ഉണ്ടായിരിക്കേണ്ടത് അഗ്നിയാണ്. ഈ അഗ്നിയെ സ്തുതിച്ചാണ് ഇത് തുടങ്ങുന്നത്. അഗ്നിമീളെ പുരോഹിതം യജ്ഞസ്യ ദേവ മൃത്വിജം ഹോതാരം രത്നധാതമം. ഇതാണ് തുടക്കം. ഞങ്ങളുടെ പോവാണ്. അപ്പോ വേദം എന്ന് പറയുന്നത് ഗ്രന്ഥമല്ല, ശബ്ദ അർത്ഥ സമുച്ചയമാണ്. പ്രപഞ്ചത്തിൽ മറയ്ക്കപ്പെട്ടിരിക്കുന്നത് മുഴുവൻ വേദത്തിൽ ശബ്ദ തരംഗങ്ങളായിരിക്കുന്നു. അപ്പോൾ മനുഷ്യന് മനസ്സിലാകണമെങ്കിൽ, പ്രപഞ്ചത്തെ അറിയണമെങ്കിൽ, ജീവിതത്തെ മനസ്സിലാക്കണമെങ്കിൽ മനുഷ്യന്, ഭാരതീയന് ഒഴിച്ചുകൂടാനാവാത്ത അടിസ്ഥാന പ്രമാണമാണ് വേദം. അതുകൊണ്ടാണ് വേദത്തെ പ്രമാണമെന്ന് കൂടി പറയുന്നത്. അടിസ്ഥാന പ്രമാണമാണ് വേദം. ഇത് ഭാരതീയൻ്റെയാണ്. വേദപുസ്തകം അതല്ല. വേദപുസ്തകം ഇല്ല. വേദം എന്ന് പറഞ്ഞാൽ നിലനിൽപ്പിൻ്റെ, തത്വങ്ങളുടെ, സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ തത്വങ്ങളുടെ സമുച്ചയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് ഓരോ മനുഷ്യനും അവനവൻ്റെ അർത്ഥതലങ്ങൾക്ക് അനുസരിച്ച് മാത്രം പ്രാപ്തമാകുന്നതാകുന്നു എന്നും നമ്മൾ മനസ്സിലാക്കണം. വേദം ആളുകൾക്ക് പറഞ്ഞു കൊടുത്താൽ അത് അവർക്ക് മനസ്സിലാകണമെന്നില്ല. ഒരാൾ ശൂദ്രനാണെങ്കിൽ, അയാളുടെ അർത്ഥതലം ശൂദ്രമാണെങ്കിൽ, ഒരാളുടെ അർത്ഥതലം വൈശ്യമാണെങ്കിൽ ഇവർക്കൊന്നും അർത്ഥം മനസ്സിലാകണമെന്നില്ല, വേദം എന്തെന്ന് മനസ്സിലാകണമെന്നില്ല. അപ്പോൾ ഓരോരുത്തരും വേദം മനസ്സിലാകുന്നത് നവാർത്ഥതലങ്ങളിൽ. 9 അർത്ഥതലങ്ങളുണ്ട്. അതിൽ വർണ്ണങ്ങളെന്ന് നമ്മൾ പറയുന്നത് 4 അടിസ്ഥാന മനുഷ്യന്മാർക്ക് ദൃശ്യമാകുന്നതിനെയാണ് 4 വർണ്ണങ്ങൾ, ചാതുർവർണ്ണ്യം എന്ന് പറയുന്നത്. ഈ 4 വർണ്ണങ്ങൾക്ക് മുകളിൽ 5 എണ്ണം കൂടിയുണ്ട്. 9ാമത്തെ തലം നമ്മൾ പറഞ്ഞു ശിവതലമാണെന്ന് പറഞ്ഞു, പരമാർത്ഥതലം എന്ന് പറയുന്നു. അപ്പോൾ ഈ 9 തലങ്ങളിലുള്ളവരിൽ ഓരോരുത്തർക്കും വേദത്തിൻ്റെ ഓരോരുത്തൻ്റെയും അർത്ഥതലത്തിനനുസരിച്ച് മാത്രം മനസ്സിലാക്കാവുന്നതാണ്. ക്ഷത്രിയന് മനസ്സിലാക്കാവുന്നതിൽ കൂടുതൽ
ബ്രാഹ്മണന് മനസ്സിലാവും. അത് ഒരു യാഥാർത്ഥ്യമാണ്. എല്ലാവരും വേദം ഇപ്പോൾ പുസ്തകങ്ങളായിട്ട് നമുക്ക് കാണാനുണ്ട്, ഇപ്പോൾ ഗ്രന്ഥങ്ങളായിട്ട് നമുക്ക് വേദം കിട്ടാനുണ്ട്. പക്ഷേ ഈ വേദം എന്ന് പറയുന്നത് ഇത് വായിച്ചാലൊന്നും ആളുകൾക്ക് ശൂദ്രനാണെങ്കിൽ പിടികിട്ടില്ല. സംസ്കൃതം അറിയണമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറയുന്നത് സംസ്കൃതം എന്ന് സംസ്കൃതത്തിൽ എഴുതിയെന്ന് പറയണമെന്ന് വെച്ചാൽ സംസ്കൃതത്തിൽ ആരെഴുതി എന്നുള്ളത് ആരും പറയുന്നില്ല. സംസ്കൃതം എന്ന് പറയുന്നത് ലിപി ഇല്ലാത്തതാണ്. അപ്പോൾ ആരെഴുതണത്? ലിപി എന്ന് പറയുന്നത് ഉപയോഗിച്ചിട്ടാണ് എഴുതാൻ സാധ്യമാവുള്ളൂ. അപ്പോൾ ലിപി ദേവനാഗരിയാണ്, സംസ്കൃത ദേവഭാഷയാണ്, സംസ്കൃതത്തിന് ലിപി ഇല്ല. അപ്പോൾ സംസ്കൃതം നമുക്ക് ഇതിലിപ്പോൾ ദേവനാഗരി ലിപി ഉപയോഗിച്ച് നമ്മുടെ ഇവിടെ എഴുതപ്പെട്ടിട്ട് നമ്മൾ പുസ്തക രൂപത്തിൽ കാണുന്ന വേദം എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. അത് കൃത്യമാണ് എങ്കിൽ കൃത്യമായിരിക്കാം, അല്ലെങ്കിൽ അല്ലായിരിക്കാം. അതാണ് വേദം ഗുരുമുഖത്ത് നിന്ന് പണ്ടും ഉള്ള ആളുകൾ പഠിച്ചിരുന്നത്. നമ്മുടെ വേദപാഠശാലകൾ എന്ന് പറയുന്ന തിരുനാവായ ഉണ്ട്, ശിവക്ഷേത്രത്തിൻ്റെ അടുത്ത് വേദപാഠശാല ഉണ്ട്, തൃശ്ശൂരുണ്ട്, ഇരിഞ്ഞാലക്കുട ഉണ്ടായിരുന്നു വേദപാഠശാല എന്ന് പറയുന്നത്. അപ്പോൾ ഭാരതത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ വേദപാഠശാലയുണ്ട്, പാഠശാലകൾ ഉണ്ടായിരുന്നു. ഈ പാഠശാലകൾ പലതും ഇപ്പം ഇല്ല. കാരണം വേദം പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടു പഠിക്കണം. കാരണം ശ്രുതിയാണ് വേദം, നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ശ്രുതി എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ ശ്രുതിയാണ് വേദം. ശ്രുതി എന്ന് പറഞ്ഞാൽ തമ്പുരും ശ്രുതിയാണ്. അപ്പോൾ താളത്തിൻ്റെയാണ് വേദം, ചലനങ്ങളുടേതാണ് വേദം എന്ന് പറയുന്നത്, വേഗങ്ങളുടേതാണ് വേദം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത്, കുറച്ച് മുമ്പ് പറഞ്ഞൊരു വിഷയത്തിലേക്ക് അവിടേക്ക് എത്തുകയാണ്. ചലനത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മഭാവമാണ് അഗ്നി എന്ന് പറയുന്നത്. ഏറ്റവും തീക്ഷ്ണമായ ഭാവമാണ് അഗ്നി എന്ന് പറയുന്നത്. അതാണ് ചലനം. ഒരു ഗർഭസ്ഥ ശിശുവിൻ്റെ ഉള്ളിൽ പ്രാണൻ എത്തുന്നത് അഗ്നിയായാണ്. അവൻ്റെ എല്ലാം അവസാനിക്കുന്നതും അഗ്നിയിലാണ്. അവൻ ഭക്ഷണം പാകം ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് കഴിക്കുന്നു, അത് അഗ്നിയിലാണ്. അവൻ്റെ യജ്ഞം അവൻ നടത്തുന്നു, അത് അഗ്നിയിലാണ്. ജീവിതമാകുന്ന യജ്ഞം അത് ഒരു അഗ്നി പരീക്ഷയാണ്. അപ്പോൾ അഗ്നിക്കുള്ള സ്ഥാനം, ചലനത്തിൻ്റെ സൂക്ഷ്മഭാവമായ അഗ്നിക്കുള്ള സ്ഥാനം ഭാരതീയർക്ക് കൃത്യമായി അറിയാമായിരുന്നു. അത് ദർശനീയമായിട്ടുള്ളതാണ്. അതായത് അഗ്നി ശക്തിയാണ്, അക്ഷരത്തിൻ്റെ അർത്ഥമാണ് അഗ്നിയായി വരുന്നത്. അത് ജ്വലിക്കുന്ന അഗ്നി. നമുക്കറിയാം അഗ്നിക്ക് പല രൂപങ്ങളുണ്ട്. യജ്ഞാഗ്നി അല്ല നമ്മൾ ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ചലനത്തിൻ്റെ സൂക്ഷ്മരൂപമാണ് അഗ്നി എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാതും ആരംഭിക്കുന്നത് അഗ്നിദേവനിലൂടെ നമുക്ക് ചെയ്യാനുള്ള യജ്ഞം നമ്മൾ സമർപ്പിക്കുമ്പോഴാണ്. അതൊക്കെ ദേവകൾക്ക് കിട്ടണമെന്നാണ് പറയുന്നത്. അഗ്നിക്കാണ്. അഗ്നി എന്ന് പറയുന്നത് കർമ്മത്തിൻ്റെ പര്യായം കൂടിയാണ്. ഇതാണ് പറയുന്നത് തുടക്കത്തിൽ, വേദത്തിൻ്റെ തുടക്കത്തിൽ അഗ്നിമീളേ പുരോഹിതം എന്ന് പറയുന്നത്. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ എല്ലാതും നിലനിൽക്കുന്നത് അഗ്നി അടിസ്ഥാനത്തിലുള്ള തത്വങ്ങളിലായിരിക്കെ, ചലനാധിഷ്ഠിതമായ തത്വങ്ങളിലായിരിക്കെ, ചലനമില്ലാത്തത് എന്താണെന്നുള്ളത് അത് ഒരു വിഷയം. ചലന അടിസ്ഥാനത്തിലായിരിക്കെ ചലനത്തിൻ്റെ തത്വങ്ങളുടെ വിശദീകരണമാണ് വേദം എന്നുകൂടി നമുക്ക് വേണമെങ്കിൽ പറയാം. എന്ന് പറഞ്ഞാൽ ചലനമുണ്ടെങ്കിലേ ജീവിതമുള്ളൂ. ജീവിതം ചലനാധിഷ്ഠിതമാണ്, അഗ്ന്യാധിഷ്ഠിതമാണ്. അപ്പോൾ വേദമെന്ന് പറയുന്നത്
പുസ്തകമല്ല. അപ്പോൾ പണ്ട് നമ്മൾ ഇതെല്ലാം പഠിച്ചിരുന്നു, ഇപ്പോൾ അതാരും പഠിക്കുന്നില്ല. വേദം പഠിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ക്രമേണ എടുത്തു മാറ്റപ്പെട്ടു. കാരണം ഭാരതീയർക്ക് അറിവുണ്ടാകരുത് എന്ന് ആരോ തീരുമാനിച്ചു. സംസ്കൃതം എന്ന് പറയുന്നത് ഇത് എഴുതിയപ്പോൾ എല്ലാവരും വിചാരിച്ചു സംസ്കൃതത്തിലാണ് ഇത് എഴുതിയിട്ടുള്ളത്, സംസ്കൃതത്തിൽ എഴുതിയിട്ട് വായിക്കാം. അപ്പോൾ ഇപ്പോൾ ദേവനാഗരി ലിപിയിൽ നമുക്ക് എഴുതി കിട്ടുന്ന ഈ സംസ്കൃതം എന്ന് പറയുന്നത് സംസ്കൃതം നമുക്ക് അറിയൂ, ലിപി ഇല്ലാത്ത ഭാഷയാണ് സംസ്കൃതം. അപ്പോൾ വലിയ വിഷയങ്ങളാണ് ഇതിലൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കുക, നമുക്ക് മനസ്സിലാകുന്ന അർത്ഥതലം ഏതാണെങ്കിൽ അത് വേദം കേൾക്കാതെ തന്നെ വേദം മനസ്സിലാകുന്ന ആളുകളുണ്ട് പ്രപഞ്ചത്തിൽ. അവർ വേദം പഠിക്കാൻ പോയിട്ടൊന്നുമല്ല, വേദം പഠിക്കാൻ പോയിട്ട് വേദം മനസ്സിലാകാത്ത ആളുകളുണ്ട്. അപ്പോൾ വേദം പഠിക്കാൻ പോയിട്ട് അവർക്ക് വേദം കിട്ടിയോ? കിട്ടുന്നില്ല. ഏത് ജ്ഞാനമാണോ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ആവശ്യമില്ലാത്തത്, ആ ജ്ഞാനം പ്രാപ്തമാവാൻ വേണ്ടി പ്രപഞ്ചം തന്നെ സംവിധാനം ചെയ്ത് ഇറക്കിയിട്ടുള്ള, ഋഷികൾക്ക് ഗോചരമാക്കിയിട്ടുള്ള പ്രപഞ്ചത്തിൻ്റെ, സത്യത്തിൻ്റെ, ധർമ്മത്തിൻ്റെ, കർമ്മത്തിൻ്റെ, നീതിയുടെ, ന്യായത്തിൻ്റെ സംഹിതയാണ് വേദമെന്ന് പറയുന്നത്. അത് അക്ഷരവ്യാഖ്യാനമാണ്. എല്ലാ മലയാളികളും എല്ലാ ഭാരതീയരും വേദം അഭ്യസിക്കാൻ തുടങ്ങാൻ അക്ഷരാർത്ഥം ഇവിടെ ആവശ്യപ്പെടുകയാണ്. നിങ്ങൾക്ക് എന്തു മനസ്സിലാവും എന്നുള്ളത് നിങ്ങളുടെ അർത്ഥതലങ്ങൾക്ക് അനുസരിച്ച് മാത്രം തീരുമാനിക്കപ്പെടുന്ന കാര്യങ്ങളാണ്. കുറേ മന്ത്രങ്ങൾ പഠിക്കലല്ല വേദം. വേദം എന്ന് പറയുന്നത് അടിസ്ഥാന തത്വങ്ങളുടെ ജ്ഞാനമാണ്, അനന്തമായ ജ്ഞാനമാണ്. ഇത് അക്ഷരാടിസ്ഥാനത്തിൽ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളുടെ അർത്ഥതലത്തിനനുസരിച്ച് നിങ്ങളുടെ ജീവിതം നന്നാകും എന്നുള്ളത് പ്രപഞ്ച സത്യമാണ്. ഈ പ്രപഞ്ച സത്യം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് വേദം അഭ്യസിക്കുക എന്നുള്ളത് ഓരോ മലയാളിയുടെയും ഓരോ ഭാരതീയൻ്റെയും ധർമ്മമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അക്ഷരവേദത്തെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് പോകുവാൻ അക്ഷരാർത്ഥത്തിൻ്റെ വേദമെന്ന് പറയുന്ന ഈ സംപ്രേക്ഷണം, പ്രത്യേക സംപ്രേക്ഷണം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.